എൻജിഒ നേതാവിന് ഡബിൾ പ്രൊമോഷൻ നൽകി സംസ്ഥാന സർക്കാർ. കേരള ഹൌസിലെ കെ.എം. പ്രകാശിനെ കൺട്രോളർ തസ്തികയിൽ നൽകിയ നിയമനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകാരം നൽകി. കോടതി നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് തിരക്കിട്ടുള്ള നിയമനം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വഴിവിട്ട നിയമനം, അതും തിരക്കിട്ട് ഈ എൻജിഒ നേതാവ് ഈ മാസം വിരമിക്കാനും ഇരിക്കുകയാണല്ലോ. മാത്രമല്ല കേസ് നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ നിയമന ഉത്തരവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായി? ലക്ഷ്മി, പിൻവാതിൽ നിയമനം, വഴിവിട്ട ബന്ധു നിയമനം, ഇതൊക്കെ കേട്ട് പരിചയിച്ച സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് ഇതൊരു ആശ്ചര്യമല്ലാത്ത വാർത്ത കൂടിയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു ഇടത് യൂണിയൻ നേതാവിന്, എൻജിഒ നേതാവിന് കേരള ഹൌസിൽ നിയമനം നൽകാൻ നേരിട്ട് ഇടപെട്ടു എന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകൾ അത് പുറത്തു വന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അതിന്റെ ഔദ്യോഗിക നിയമനം, അതായത് ഇരട്ട പ്രൊമോഷൻ നൽകിക്കൊണ്ടൊരു നിയമനം നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കൺട്രോളർ തസ്തികയിലേക്കാണ് എൻജിഒ യൂണിയൻ നേതാവിനെ നിയമിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അതായത് കേരള ഹൌസിലെ കെ.എം. പ്രകാശിനെയാണ് കൺട്രോളർ തസ്തികയിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ കേരള ഹൌസിലെ നിലവിലുള്ള നിയമനങ്ങൾക്കും ഒപ്പം തന്നെ ജീവനക്കാർക്കും പ്രൊമോഷൻ നൽകി മറ്റ് നിയമനങ്ങൾ നൽകണമെന്നൊരു ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ട് നാളുകളായി. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയം വലിയ രീതിയിലുള്ള വിവാദവും ചർച്ചയുമായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇതിൽ നേരിട്ട് ഇടപെടുകയും അടിയന്തര നടപടിയുടെ ഭാഗമായി നിയമനം, അതും ഡബിൾ പ്രൊമോഷൻ നൽകി നിയമനം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് നാളെ കോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? നിലവിൽ ഈ ഒരു നിയമനം വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെ നൽകുന്ന ഒരു നിയമനമാണ്. അതായത് ഇത്തരത്തിൽ കേരള ഹൌസിലെ എൻജിഒ യൂണിയൻ നേതാവൻ കെ.എം. പ്രകാശിന് ഇരട്ട പ്രൊമോഷൻ നൽകുന്നത് അത് എല്ലാ രീതിയിലുള്ള ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് എന്നുള്ള വിവാദവും വിമർശനവും ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത് കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ കീപ്പിംഗ് മാനേജർ, കാറ്ററിംഗ് മാനേജർ തസ്തികയിലേക്ക് മാത്രം കേരള ഹൌസിലെ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകണമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ പൊതുഭരണ വകുപ്പ് ശുപാർശ ചെയ്യുന്നത്. എന്നാൽ ഫ്രണ്ട് ഓഫീസ് മാനേജർ തസ്തിക ഗസറ്റഡ് തസ്തികയിലുള്ള അല്ലെങ്കിൽ ഗസറ്റഡ് തസ്തികയാക്കി ഉയർത്തി, അതായത് കെ.എം. പ്രകാശിന് വേണ്ടി ഒരു ഗസറ്റഡ് തസ്തികയാക്കി ഈ ഒരു നിയമനത്തെ അല്ലെങ്കിൽ ഈ ഒരു പദവി ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു ഈ ഒരു വിഷയം വിവാദമാവുകയും കോടതിയിലേക്ക്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രഫുൽ കൃഷ്ണ ചേരുന്നുണ്ട്. ശ്രീ പ്രഫുൽ കൃഷ്ണ, ഇഷ്ടക്കാർക്ക് വേണ്ടി സ്ഥാനക്കയറ്റം ഒക്കെ നൽകി അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ഹൌസിൽ കൺട്രോൾ തസ്തികയിലേക്ക് എൻജിഒ യൂണിയൻ നേതാവിനെ നിയമിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. ആദ്യം ധനവകുപ്പ് എതിർത്തു ഈ നിയമനത്തെ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഇടപെട്ടതോടെ ധനവകുപ്പിനും പിന്നീട് അതിൽ കൈയില്ലാതെയായി. എന്തായാലും ഈ കൺട്രോളർ തസ്തികയിലേക്ക് നൽകിയ നിയമനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകാരം നൽകി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എങ്ങനെ നോക്കി കാണുന്നു? കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ എല്ലാ നിയമനങ്ങളും ഇത്തരത്തിൽ വഴിവിട്ട രീതിയിലുള്ള നിയമനങ്ങളാണ്. ഇന്നലെ തന്നെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ മകൻ അരുൺകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട്, ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം നിയമനങ്ങൾ നടക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യം. കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ, ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള നിയമനങ്ങൾ, ഇതെല്ലാം തന്നെ കോടതികളിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നീതി ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അനധികൃതമായിട്ടുള്ള ചട്ടലംഘനത്തിലൂടെയുള്ള ഒരു നിയമനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണോ ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത്? ഞാൻ ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചാണ്, PSC ആസ്ഥാനത്ത് പോലും ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിൻവാതിൽ നിയമനങ്ങൾക്ക് അല്ലെങ്കിൽ അനധികൃത നിയമനങ്ങൾക്ക്, അനധികൃത പ്രൊമോഷനുകൾക്ക് കൂട്ടുനിൽക്കുന്നു. ഇവിടെ മാനദണ്ഡം എന്ന് പറയുന്നത് CPM-ന്റെ നേതാക്കന്മാരാകുക, എൻജിഒ യൂണിയന്റെ നേതാക്കന്മാരാകുക, CPM പ്രവർത്തകരുടെ ഭാര്യമാരാകുക, ഇതാണ് കേരളത്തിലുള്ള എല്ലാ നിയമനങ്ങളുടെയും മാനദണ്ഡം എന്നുള്ള സ്ഥിതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. സർവകലാശാലകൾ മുഴുവൻ
സ്വന്തക്കാരെയും ബന്ധുക്കളെയും അനധികൃതമായി തിരികെ കയറ്റി ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് പ്രൊമോഷനുകൾ നൽകി ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പാടെ നശിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇത്തരം തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന തസ്തികകളിലേക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കുക, മെറിറ്റ് അട്ടിമറിക്കുക, ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ശാലിനിയിലേക്ക് പോവുകയാണ്. ശാലിനി, തുടർന്നോളൂ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു നിയമനത്തെ ധനവകുപ്പ് എതിർക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഗസറ്റഡ് റാങ്കിലേക്ക് ഉയർത്തുന്നത് അത് ചട്ടങ്ങൾ പാലിക്കാതെ ആണ് എന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടതോടെയാണ് ധനവകുപ്പും ഇതിലൊരു വഴങ്ങൽ സ്വഭാവത്തിലേക്ക് എത്തുന്നത്. പിന്നീട് നേരിട്ട് ഇത്തരത്തിലൊരു നിയമനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ KM പ്രകാശൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു നിയമന ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് പ്രധാനമായും കണ്ണൂർ സ്വദേശിയാണ്, പാർട്ടിയുടെ ഇഷ്ടക്കാരനാണ്, പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവാണ്. ആ നേതാവിന് വേണ്ടി മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കുന്ന ഒരു ഉപകാര സ്മരണ എന്ന രീതിയിലാണ് ഈ ഒരു നിയമനത്തെ പൊതുവായി വിലയിരുത്തുന്നതും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, IAS ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട ഒരു ഗസറ്റഡ് റാങ്ക് പോസ്റ്റിലേക്കാണ് വെറും ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജർ ആയിരുന്ന KM പ്രകാശ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ചട്ടങ്ങൾ പാലിച്ച് നടക്കേണ്ട ഒരു നിയമനം അത് പൂർണ്ണമായും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെടുന്നു. കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഒരു രീതിയിലുമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ പാടില്ലെന്നിരിക്കെയാണ് കേസ് നാളെ കോടതി പരിഗണിക്കാനിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അന്തിമമായൊരു ഇരട്ട പ്രമോഷൻ നൽകിക്കൊണ്ട്, അതായത് ഈ ഒരു പദവിയിലേക്ക് എത്താനുള്ള ഇരട്ട പ്രമോഷൻ നൽകുന്നതോടൊപ്പം തന്നെ ഗസറ്റഡ് റാങ്ക് പദവി കൂടി നൽകി ഈ ഒരു നിയമനം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. നിലവിൽ നമുക്കത് അങ്ങനെ തന്നെ നോക്കിക്കാണത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ കോടതിയിൽ നാളെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ തീർച്ചയായും കോടതി ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ളത് ഉറപ്പാണെന്നിരിക്കുകയാണ്. തൊട്ട് തലേ ദിവസം ഇതുപോലെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്ന് പോലും കണക്കാക്കാതെ ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമന ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന സ്വജനപക്ഷപാതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ലക്ഷ്മി, അത് തന്നെയാണ്. കാരണം മുൻപൊക്കെ പല വിഷയങ്ങളിലും കോടതിയിലിരിക്കുന്ന കേസാണ്. അത് കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ഇടത് നേതാക്കന്മാരാണ് ഇത്തരത്തിൽ കോടതിയിലിരിക്കുന്ന ഒരു വിഷയം. ആ വിഷയത്തിൽ ഇത്തരത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഗസറ്റഡ് റാങ്ക് പദവിയിലേക്ക് ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജർ ഏത് തരത്തിലെത്തി എന്നുള്ളത് ഉന്നത ഇടപെടൽ ഉണ്ട് എന്നുള്ളൊരു വിവാദം അത് വിമർശനമായി തന്നെ പല ഘട്ടങ്ങളിലും ഉയർന്നതാണ്. ഈ മാസം 31-നാണ് KM പ്രകാശൻ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത്. ആ വിരമിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇത്തരത്തിൽ ഗസറ്റഡ് പദവിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അടിയന്തരമായി ഡബിൾ പ്രൊമോഷൻ നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു നിയമനം അത് ഇടത് സർക്കാർ നടത്തുന്നത്, മുഖ്യമന്ത്രി നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതേസമയം തന്നെയാണ് പൊതുഭരണ വകുപ്പിന് ഉൾപ്പെടെ നൽകിയിട്ടുള്ള കത്തടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മൊത്തത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വം കൈയാളെന്ന് പറഞ്ഞ പിടിപ്പുകേട് ഇത്ര കൃത്യമായി പറഞ്ഞതിന്. ശാലിനിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ശാലിനി, ഈ മാസം 31-ന് വിരമിക്കുന്ന പ്രകാശന് അവസരം നഷ്ടമാകാതിരിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുഭരണ വകുപ്പിന് കത്ത് നൽകിയിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് ശാലിനി പറഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്നോളൂ. ലക്ഷ്മി, അത് തന്നെയാണ്. കാരണം ഈ മാസം 31-ന് സ്ഥാനം ഒഴിയുകയാണ്, അല്ലെങ്കിൽ കാലാവധി തീരുകയാണ്. അതിനിടയിൽ തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ശുപാർശ കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ദിവസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾ, നടപടികൾ സംസ്ഥാന സർക്കാർ തലത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഒരു ഗസറ്റഡ് പദവി അവിടെ സൃഷ്ടിക്കുക. ആ ഗസറ്റ് പദവിയിലേക്ക് ഡബിൾ പ്രൊമോഷൻ നൽകിയ ഒരു ഇടത് നേതാവിനെ അധികാര സ്ഥാനത്തേക്ക് എത്തിക്കുക, ഉടനെ തന്നെ അദ്ദേഹം വിരമിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വിരമിച്ചതിന് ശേഷവും KM പ്രകാശിനായി ഒരു കസേര
സർക്കാർ തലത്തിൽ ഒഴുകിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു പുനർനിയമനം നമ്മൾ മുൻപ് കണ്ടതുപോലെ കണ്ണൂർ സർവകലാശാലയിൽ അടക്കം കണ്ട VC നിയമനത്തിന്റെ പുനർനിയമനത്തിന് സമാനമായ ഒരു സാധ്യത കൂടി ഇപ്പോൾ സർക്കാർ തലത്തിൽ തെളിയുകയാണ്. KM പ്രകാശിന് വേണ്ടി ഒരു കസേര ഒഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇഷ്ടക്കാർക്ക് വേണ്ടി ഏത് തരത്തിലുള്ള നിയമനവും നടത്താം, പക്ഷേ നിയമനങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന അല്ലെങ്കിൽ നിയമനങ്ങൾക്ക് വേണ്ടി അർഹരായവരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളൊരു നടപടി അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. പക്ഷേ VT രമ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാത്ത സമര പോരാട്ടവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് CPO റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തി, മുട്ടയടിക്കുകയും മുട്ടിലെഴുകയും റോഡ് ഉപരോധവും അടക്കമുള്ള പ്രതിഷേധങ്ങൾ അവർ നടത്തി. പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കാനോ അതിൽ നിന്ന് ഒരാളെ പോലും തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനോ ഉള്ള നടപടി സർക്കാർ തലത്തിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് ഒരു ഇടത് യൂണിയൻ നേതാവിന് വേണ്ടി ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ ഒരു നിയമനം, അതും ഗസറ്റഡ് പദവി ഉണ്ടാക്കി ഗസറ്റഡ് പദവിയിലേക്ക് ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജറെ എത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട കസേരയിലേക്കാണ് ഒരു ഇടത് യൂണിയൻ നേതാവ് എത്തുന്നത്. അതും വളരെ സിമ്പിളായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഉൾപ്പെടെ ഇടപെടലിലൂടെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം. എന്തായാലും നടപടികളുമായി മുന്നോട്ട് സർക്കാർ പോവുകയാണ്. നാളെ ഇനി കേസ് കോടതി പരിഗണിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ കോടതി സ്വീകരിക്കും, നിരീക്ഷണങ്ങൾ ഏത് തരത്തിലായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഗസറ്റഡ് പദവിയിലേക്ക്, അതും വളരെയധികം പണം മുടക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നിയമനം, ശമ്പളം പക്ഷേ അത് കണക്കിലെടുത്ത് തന്നെ ആയിരിക്കില്ല ധനവകുപ്പ് ഈ വിഷയത്തിൽ ഒരു വിപരീത ഇടപെടൽ നടത്തിയതല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ധനവകുപ്പിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യഘട്ടങ്ങളിൽ ധനവകുപ്പ് ഈ ഒരു നിയമനത്തെ പൂർണ്ണമായും എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗസറ്റഡ് പദവിയിലേക്ക് എത്തുമ്പോൾ അവരുടെ ശമ്പള സ്കെയിൽ അടക്കം വലിയ രീതിയിൽ അന്തരം ഉണ്ടാകുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജറിൽ നിന്ന് മാറി ഒരു ഗസറ്റഡ് പദവിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. സ്വാഭാവികമായും അത്രയധികം ശമ്പളം DA ഉൾപ്പെടെയുള്ള മറ്റ് ശമ്പളം ഉൾപ്പെടെ പണം നൽകാനുള്ള ബാധ്യത അത് ധനവകുപ്പിന്റെ മുകളിലാകുമെന്നുള്ളത് ചൂണ്ടിക്കാട്ടി ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം എത്രത്തോളം വൈകി എന്നുള്ളത് ഓർക്കണം. അടുത്ത മാസങ്ങളിലൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ലക്ഷ്മി, അത് തന്നെയാണ് ഏറ്റവും ചൂണ്ടിക്കാട്ടേണ്ടത്. കാരണം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ ശമ്പളം നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നിയമനത്തെ ധനവകുപ്പ് എതിർക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു, നേരിട്ടുള്ള ശുപാർശകൾ നൽകുന്നു.